വെറുതെ ചൊറിയും കുത്തിയിരുന്ന സമയത്ത് എൻ്റെ പഴയ വീട്ടിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. സാറ്റർഡേ ആണ്, രാവിലെ എണീറ്റപ്പം വർക്ക് ഫ്രം ഹോം ആയിരുന്നു, സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യുന്നില്ല. സോ സ്ട്രേറ്റ് അവേ വെച്ച് പിടിച്ച് നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിലോട്ട് ഒന്ന് നൊസ്റ്റാൾജിക്ക് പിടിക്കാൻ പോയതാണ്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ചെറിയ വിഷമം വന്ന്, ബട്ട് ലൈഫ് അങ്ങനെയല്ലേ, രസമല്ലേ, ചുമ്മാ ഒന്ന് പോയി കണ്ടു. ഈ കാണുന്നതാണ് ഞാൻ ജനിച്ച് വളർന്ന വീട്. എൻ്റെ ഒരു 23-24 വയസ്സ് വരെയൊക്കെ ഞാൻ താമസിച്ച എൻ്റെ വീടായിരുന്നത്. ഞാൻ ജനിച്ച് വളർന്നു എൻ്റെ ഡിഗ്രി ടൈം വരെ ഞാൻ പഠിച്ച വീടായിരുന്നത്. ഇപ്പോൾ വീട് മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നത്. നമ്മൾ വെച്ചൊരു കുഞ്ഞു ഒരു ചെടിയാണ് ഇപ്പോൾ ഇത്രയും ഒരു മരമായിട്ടിരിക്കുന്നത്. പണ്ട് ഇതുപോലെ ഉണ്ടായിരുന്നില്ല. വീടിൻ്റെ കാർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു തുളസിത്തറ ഉണ്ടായിരുന്നു. സെറ്റോട്ടൊക്കെ പൊളിഞ്ഞ് പാളീസായി കിടക്കുന്നു. ആ നേരെ കാണുന്നതാണ് എൻ്റെ റൂം. ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു. അന്ന് ഒരു കാറ് പോർച്ചിലും ഒരു കാർ ഈ പോർഷനിലുമായിരുന്നു കിടക്കുന്നത്. എന്തെല്ലാം ഓർമ്മകൾ. ഈ മതിലിൻ്റെ മുകളിൽ കയറി എന്നായിരുന്നു ഞാനന്ന് കൂട്ടുകാരോടൊക്കെ ഇവിടെ പോകുമ്പോഴും കൂട്ടുകാരോടെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പം ചെറിയ വിഷമമുണ്ട്. കാരണം വീട് കണ്ടപ്പോൾ ഒരുപാട് വിഷമമായി. കാരണം നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും കാലം നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന മറ്റൊന്നായിരിക്കും. ഈ വീട് അന്ന് ഫിനാൻഷ്യൽ ക്രഞ്ചസ് ആയിരുന്ന സമയത്ത് വിറ്റ സമയത്ത് കുറേ വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇതിനേക്കാളും വലിയ വീട് നമ്മൾ വെച്ച്, അത് വേറെ കാര്യം. ഈ റോഡിലൂടെയാണ് ഒരുപാട് നടന്നിട്ടുള്ളത്. അന്ന് ഈ റോഡ് ടാറിടുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ ആയിരുന്നു പണ്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഈ റോഡിൽ സ്റ്റമ്പൊക്കെ വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഈ നേരെ നടന്ന് ചെല്ലുന്നത് ഞങ്ങളുടെ ക്ലബിലോട്ടാണ്. നേരെ കിടന്ന കുഞ്ഞു ഷെഡാണ് ഞങ്ങളുടെ ക്ലബ്ബ്, നാട്ടിൻപുറത്തെ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നായിരുന്നു സിനിമാ കഥയും ആൾക്കാരെ കളിയാക്കലും രാഷ്ട്രീയവും എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇത്രമാത്രം ഓർമ്മകൾ കെട്ടിക്കിടക്കുന്നൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല. ഈ ഒരു പോസ്റ്റ് എനിക്ക് ഊഹിച്ചിട്ടുണ്ട് 2004-2005 ഇട്ട പോസ്റ്റാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം രണ്ടാമത് കൊണ്ടിട്ടൊന്നും അറിയാൻ പാടില്ല. അന്ന് തൊട്ട് ഞങ്ങൾ ഇരുന്ന് കാര്യം പറയുന്ന അവിടെ ആയിരുന്നു. ഈ ജംഗ്ഷനിലാണ് ഞങ്ങൾ ഓണത്തിന് സ്റ്റേജൊക്കെ കിട്ടി പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. ഈ വഴിയിലൂടെയാണ് താഴോട്ട് നടന്ന് താഴെ ഇറങ്ങി നമ്മൾ വയലാണ്. ആ വയൽ കവിഞ്ഞിട്ടാണ് അക്കരെ ചെന്നിട്ടാണ് നമ്മൾ KSRTC ബസ് കിട്ടുന്നത്. നമ്മൾ സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനും +2 പോകാനില്ല. രാവിലെ ഇവിടുന്ന് നടന്നിറങ്ങി അക്കരെ ചെന്നിട്ടായിരുന്നു നമ്മൾ ബസ് പൊക്കൊണ്ടിരുന്നത്. അവിടെ തിരിച്ച് കയറി വരുമായിരുന്നു. അന്നൊന്നും അതൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഒരു 1/2 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ അതിനും ഭയങ്കര റിസ്ക്കും അതിനും ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ഒരുപാട് വീടുകളായി, ഒരുപാട് ആൾക്കാരായി, പരിചയമില്ലാത്ത കുറേ ആൾക്കാർ. എന്നാൽ ഞങ്ങളുടെ പീക്കിരി പ്രസംഗങ്ങളെല്ലാം ഇപ്പോൾ വലിയ ചെറുക്കന്മാരായി, കല്യാണം കഴിച്ച് കുട്ടികളായി. പലപ്പോഴും ലൈഫിലോട്ട് ഇങ്ങനെ തിരിഞ്ഞ് നടന്ന് നോക്കുന്നത് കുറേയൊക്കെ നന്നായിരിക്കും. നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത്, എന്തായിരുന്നു നമ്മളെന്നൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു റിവീൽ നടത്തുന്ന പലപ്പോഴും നന്നായിരിക്കും. എന്തെല്ലാം ആണെങ്കിലും ഈ സ്ഥലം പോലെ എനിക്ക് പ്രിയപ്പെട്ട സ്ഥലം മറ്റൊരിടത്തും ഉണ്ടാവില്ല. ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു സമാധാനവും ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും കിട്ടത്തില്ല. പക്ഷേ തിരിച്ചു വന്ന വീട് കാണുമ്പോൾ